ഫ്രഷ് വാഴയിലയും ചക്കക്കുരും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഒരു പൊതിച്ചോറ് പാസ്സാക്കാതെ പറ്റുമോ? ഇല്ല, എനിക്കൊട്ടും പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ അടുക്കളയിൽ കയറി പണി തുടങ്ങി. ഫ്രഷ് തേങ്ങാക്കൊത്തിട്ട നല്ല ചക്കക്കുരു മെഴുക്ക് പുരട്ടി അതങ്ങോട്ട് ഉണ്ടാക്കി മാറ്റി വെച്ചു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഉണക്ക മാങ്ങ തേങ്ങ ചമ്മന്തി. ഒരു മിസ്സിങ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ചെമ്മീനാണ്. പക്ഷേ നമുക്ക് ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്ന് പറയുന്നത് പോലെ ഞാനതുകൊണ്ടങ്ങ് തൃപ്തിപ്പെട്ടു. അതും അങ്ങോട്ട് സെറ്റാക്കി മാറ്റി വെച്ചു. പിന്നെ നമുക്ക് വേണ്ടതായിരുന്നു ഒരു ഓംലേറ്റ്, മുട്ട ഓംലേറ്റ്. അതിന് വേണ്ടി തക്കാളിയും സവോളയും കറിവേപ്പിലയും പച്ചമുളകും കുനുകുനാന്നരിഞ്ഞ് ഇച്ചിരി മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പും ഇട്ട് അത് വറുത്ത് മാറ്റി സെറ്റാക്കി വെച്ചു. പിന്നെ വരുന്നതാണ് നമ്മുടെ തോരൻ, ബീൻസ് ക്യാരറ്റ് തോരൻ. അതും വെച്ച് നല്ല ഫ്രഷ് മീൻ വറുത്തതും ഇതെല്ലാം കൂടെ സെറ്റാക്കി വെച്ച് എനിക്ക് ഇപ്പം തന്നെ വായി വെള്ളം വരുന്നത് കഴിച്ചിട്ട്. അത് കഴിഞ്ഞിട്ട് വാഴയില വാട്ടിയതിനകത്തോട്ട് കുറച്ച് നല്ല ചൂട് ചോറും ഈ കൂട്ടാൻ ഇങ്ങനെ അടുക്കി സൈഡിൽ വെച്ചതിന് കുറച്ച് അച്ചാറും കൂടെ. ഞാൻ വീട്ടിലുണ്ടാക്കിയ ആപ്പിൾ അച്ചാറുണ്ടായിരുന്നു, കടുമാങ്ങ അച്ചാറുണ്ടായിരുന്നു ബെസ്റ്റ്. പക്ഷേ ആപ്പിൾ അച്ചാറും കടുമാങ്ങ അച്ചാറും വലിയ വ്യത്യാസമില്ല കേട്ടോ, കഴിച്ചവർക്കറിയാം. അതെല്ലാം കൂടെ സെറ്റാക്കി ഒരു 1.5 മണിക്കൂർ കഴിയുമ്പോൾ ഇത് അങ്ങോട്ട് കഴിക്കും. എൻ്റെ പൊന്നെ, നൊസ്റ്റെന്ന് പറഞ്ഞാൽ അങ്ങേ അറ്റം. പക്ഷേ ആസ്വദിച്ച് കഴിച്ചു. ഇത് കഴിക്കാത്തവർ കഴിച്ചിരിക്കണം. കഴിക്കാൻ പറ്റാത്തവരോട് എനിക്ക് എന്താ പറയണമെന്ന് അറിയത്തില്ല. ഹോപ്പ്ഫുള്ളി നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റുമായിരിക്കും. ഇതൊരു മോട്ടിവേഷൻ ആകട്ടെ.